പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ ജനങ്ങൾ എന്ന് പറയുന്ന ആ ഒരു വിഭാഗമുണ്ടല്ലോ, അവരെ നമ്മൾ ഒരു കാരണവശാലും കുറച്ച് കാണരുത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമ്മൾ 2021 പിണറായി വിജയൻ ജയിച്ചപ്പോൾ നമ്മൾ ജനങ്ങളെ തള്ളിപ്പറഞ്ഞു. ജനങ്ങൾ പിണറായി വിജയനെ ജയിപ്പിച്ചു, പിണറായി വിജയനെ പോലൊരു ഏകാധിപതിയെ ജയിപ്പിച്ചു എന്നും പറഞ്ഞ് ജനങ്ങളെ നമ്മൾ തള്ളിപ്പറഞ്ഞു. യഥാർത്ഥത്തിൽ ജനങ്ങളെ തള്ളിപ്പറയാമായിരുന്നോ? ഒരിക്കലും പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത്. കാരണം പ്രത്യേക ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യത്തിൽ, കോവിഡിൻ്റെയൊക്കെ ഒരു സാഹചര്യത്തിൽ ജനങ്ങളെ ചേർത്ത് പിടിക്കുമെന്ന് പറഞ്ഞ് ദിവസവും പത്രസമ്മേളനം നടത്തിയ പിണറായി വിജയനെ തെറ്റിദ്ധരിച്ച് ജനങ്ങൾ വോട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതുകൊണ്ട് ജനങ്ങളെ നമ്മൾ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നായിരുന്നു എൻ്റെ നിലപാട്. പക്ഷേ നമ്മൾ പൊതുവെ ജനങ്ങൾ നന്നാവില്ല, ജനങ്ങളല്ല ഇവരെയൊക്കെ കൊണ്ടുവരുന്നു എന്നും പറഞ്ഞ് നമ്മൾ തള്ളിക്കളയുക. എന്നാൽ ജനങ്ങളെ തള്ളിക്കളയാൻ കഴിയുമോ സുഹൃത്തുക്കളെ? അങ്ങനെ ഈ തെരഞ്ഞെടുപ്പ് എന്താ തെളിയിച്ചത്? തെളിയിച്ചത് യഥാർത്ഥത്തിൽ 2025 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ UDF വലിയ വിജയം നേടിക്കൊടുത്ത് പിണറായി വിജയനെ തോൽപ്പിക്കാൻ കഴിയും എന്നുള്ള ഒരു ആത്മധൈര്യം രാഷ്ട്രീയ പാർട്ടികൾക്ക് നൽകിയത് ജനങ്ങളല്ലേ സുഹൃത്തുക്കളെ? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇതുപോലെ സമഗ്രമായിട്ടുള്ള വിജയം UDF ഉണ്ടാകുന്ന ആര് വിചാരിച്ചു? പക്ഷേ ജനം ഒരു പാഠം പഠിപ്പിച്ചു. ജനം പറഞ്ഞു ഇയാളെ തോൽപ്പിക്കാം എന്ന് പറഞ്ഞ് ജനം UDF വോട്ട് കൊടുത്ത് ജയിപ്പിക്കുകയല്ലായിരുന്നു. ഈ തവണത്തെ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം നമ്മളൊന്ന് കണക്കൂട്ടി ഒന്ന് വിശകലനം ചെയ്ത് നോക്കിയേ. ജനത്തിനെ നമ്മൾ തൊഴണ്ടേ? രണ്ട് കൈയും നീട്ടി, രണ്ട് കൈ ഇങ്ങനെ കൂപ്പി തൊഴണ്ടേ? ജനം പിണറായി വിജയൻ കൊടുത്ത ശിക്ഷ എന്താ? 50,000-ത്തിനടുത്ത് വോട്ടിൽ വിജയിച്ച പിണറായി വിജയൻ കട്ടിച്ച് നിരങ്ങിയല്ലേ സുഹൃത്തുക്കളെ ജയിച്ചത്? നിരങ്ങി. വീണ ജോർജിന് അടി കൊടുത്തില്ലേ ജനങ്ങൾ? ആർ ബിന്ദുവിന് അടി കൊടുത്തില്ലേ? മിക്കവാറും എല്ലാ 90% മന്ത്രിമാരെ തോൽപ്പിച്ചില്ലേ ജനങ്ങൾ? എലത്തൂരിൽ മത്സരിച്ചൊരു വയോവൃദ്ധൻ, എന്താണ് അയാളുടെ പേര്, AK ശശീന്ദ്രൻ, തോൽപ്പിച്ച് മൂലയ്ക്കിരുത്തിയില്ലേ? വേറൊരു വയോവൃദ്ധൻ കണ്ണൂർ മത്സരിച്ചു, കടന്നപ്പള്ളി രാമേന്ദ്രൻ, അവനെ തോൽപ്പിച്ച് മൂലയ്ക്കിരുത്തിയില്ലേ? ഒരു നരാധമൻ കഴക്കൂട്ടത്ത് മത്സരിച്ചു, അയാളെ തോൽപ്പിച്ചില്ലേ? പക്ഷെ അതിനേക്കാളൊക്കെ ഉപരി നമ്മളൊരു മണ്ഡലത്തിലെ ജനങ്ങളോട് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഉണ്ടായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നമുക്ക് ഏറ്റവും കൂടുതൽ നന്ദി ഒരു മണ്ഡലത്തിലെ ജനങ്ങളോട് ഉണ്ടായിരിക്കണമെങ്കിൽ അത് പത്തനാപുരത്തെ ജനങ്ങളോടായിരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പത്തനാപുരത്തെ ജനങ്ങളെ നമ്മൾ തൊഴുകയോടെ സ്മരിക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം ഏറ്റവും വലിയ ഒരു നരാധമനെ, ഏറ്റവും വലിയ ഒരു ലൈംഗിക ആഭാസനെ, ഏറ്റവും വലിയ ഒരു സ്ത്രീ പീഡകനെ, സ്ത്രീകളെ ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്ന ഒരു ഞാൻ പറയുന്നില്ല, ഏറ്റവും വലിയൊരു വൃത്തികെട്ടവനെ മൂലക്കിരുത്തിയില്ലേ പത്തനാപുരത്തെ ജനങ്ങൾ? മൂലക്കിരുത്തിയില്ലേ? ആരാണവൻ? അവൻ്റെ പേരാണ് KB ഗണേഷ് കുമാർ. അഹങ്കാരത്തിൻ്റെ ആൾരൂപം, താൻ പ്രമാണി, ആരെയും പരിഗണിക്കാത്തവൻ, ആരടാ എന്നും പറഞ്ഞ് നിൽക്കുന്നവൻ. എന്ത് തോന്നിവാസവും എന്ത് വൃത്തികേടും ഞാൻ കാണിക്കും, ഞാൻ എന്ത് വൃത്തികേടുകളും എന്ത് ചെറ്റത്തരങ്ങളും കാണിച്ചാലും എന്നെ പത്തനാപുരത്തെ ജനങ്ങൾ ജയിപ്പിച്ചു വിടുമെന്ന് അഹങ്കാരവും ഹുങ്കും താൻ പ്രമാണിത്വവും കാണിച്ച ആ KB ഗണേഷ് കുമാറിനെ 8310 വോട്ടിന് മൂലക്കിരുത്തിയ പത്തനാപുരത്തെ ജനങ്ങളോട് എങ്ങനെയാണ് സുഹൃത്തുക്കളെ നമ്മൾ നന്ദി പറയാതിരിക്കുക? അവൻ്റെ അഹങ്കാരം എന്തായിരുന്നു ഗണേഷ് കുമാറിൻ്റെ? അവൻ UDF നിന്നപ്പോൾ അവിടുന്ന് ജയിച്ചു, അവൻ LDF നിന്നപ്പോഴും അവിടുന്ന് ജയിച്ചു, കഴിഞ്ഞ തവണയെ അവൻ ജയിച്ചു. അതോടുകൂടി അവൻ്റെ അഹങ്കാരവും അഹന്തയും അതിൻ്റെ അങ്ങേ അറ്റത്തെ നിലയിലേക്കല്ലേ മാറിയത്. അവൻ്റെ ഭാര്യ ഉച്ചയ്ക്ക് അവൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ വേറൊരു സ്ത്രീയുമായി ഒരു കോംപ്രമൈസിങ് പൊസിഷൻ കണ്ടെത്തിയെന്ന് ആ സ്ത്രീയാണ് പുറത്തു വന്ന് നമ്മളോട് പറഞ്ഞത്. അന്ന് അവൻ നടത്തിയ പത്രസമ്മേളനം എന്താണ്? നരാധമൻ VS അച്യുതാനന്ദനെ കാമഭ്രാന്തൻ എന്ന് വിളിച്ച ആ വൃത്തികെട്ടവൻ അവൻ അന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞെന്താ? ഞാൻ 5,000 സ്ത്രീകളുമായി ബന്ധപ്പെട്ടാൽ എന്താ കുഴപ്പം? എന്നെ പത്തനാപുരത്തെ ജനങ്ങൾക്കറിയാം, അവരെന്നെ ജയിപ്പിക്കും എന്ന് പറഞ്ഞ് മപ്പടിച്ച് നിന്നവൻ്റെ കരണക്കുറ്റിക്കിട്ടല്ലേ പത്തനാപുരത്തെ ജനങ്ങൾ അടി കൊടുത്തത്? ഇത്രയും വലിയ ഒരു ലൈംഗിക ആഭാസൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ സുഹൃത്തുക്കളെ? സ്വന്തം ഭാര്യയെ അടിച്ച് കൈയും കാലും ഒടിച്ചവൻ,
അവൻ്റെ എന്താണ് സോളാർ പരാതിക്കാരുടെ ഭർത്താവ് വന്ന് അവനെ മന്ത്രിമന്ദിരത്തിലിട്ട് ഇടിച്ച് അവനെ ചതച്ച ഇഞ്ചപ്പരുവം പോലെ ചതച്ചവനാണ് അവൻ എന്നിട്ട് എന്ത് ചെയ്തു? സ്വന്തം മുഖത്ത് കൈ കൊണ്ടടിച്ച് പരിക്കുണ്ടാക്കിയിട്ട് തൻ്റെ ഭാര്യ അടിച്ചാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്ത, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ വാക്കുകൾ ഞാൻ ഉപയോഗിക്കുന്നത്, അങ്ങനത്തവനല്ലേ അവന് സോളാർ പരാതിക്കാരിയിൽ കൊച്ചുണ്ടായിരുന്നുവെന്ന് CBI റിപ്പോർട്ടിൽ തന്നെ പരാമർശമുള്ളല്ലേ? അവൻ നിഷേധിച്ചിട്ടുണ്ടോ? അവൻ്റെ കുടുംബാംഗങ്ങളോട് നടത്തിയിട്ടുള്ള ഇടപെടൽ എന്താ? അവൻ്റെ സഹോദരിയൊക്കെ വന്ന് എത്ര മോശമായിട്ടാണ് അവനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. അവൻ ബാലകൃഷ്ണപിള്ള എന്ന് പറയുന്ന അവൻ്റെ അച്ഛനെ മുറിയിൽ പൂട്ടിയിട്ടു എന്ന് വരെ അവർ വന്ന് പറഞ്ഞിട്ടില്ലേ? അവൻ്റെ മൂത്ത സഹോദരി. അവൻ ശ്രീവിദ്യയോട് നടത്തിയിട്ടുള്ള അധമമായിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്താ? അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷെ അവൻ അഹങ്കാരമായിരുന്നു, അവൻ അഹന്തയായിരുന്നു. ഞാൻ എന്തു ചെയ്താലും, ഞാൻ എന്ത് പോക്കൃത്തരം കാണിച്ചാലും, ഞാൻ എന്ത് വൃത്തികേടുകൾ കാണിച്ചാലും എന്നെ പത്തനാപുരത്തെ ജനങ്ങൾ ജയിപ്പിക്കും എന്നുള്ള അഹന്തയായിരുന്നു അവനെന്തോ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിൽ എന്തൊക്കെയോ ചെയ്തു, ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്തൊക്കെയോ നന്നാക്കി എന്നൊക്കെ പറഞ്ഞ് അവൻ എന്തായിരുന്നു അവൻ്റെ ശരീരത്തിൽ വിങ്ങി നിന്നിരുന്നത് മുഴുവൻ അഹന്തയും അഹങ്കാരവും താൻ പ്രമാണിത്തമല്ലായിരുന്നു സുഹൃത്തുക്കളെ. എന്ത് വൃത്തികേടും ഞാൻ കാണിക്കും, ഞാൻ 5,000 സ്ത്രീകളോട് ഞാൻ ബന്ധപ്പെടും, അതൊന്നും എനിക്ക് പ്രശ്നമല്ല, പത്തനംതിട്ടയിലെ ജനങ്ങൾ എന്നെ വിജയിപ്പിക്കും എന്നല്ലേ അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. അവൻ എൻ്റെ ഓർമ്മ ശരിയായില്ലെങ്കിൽ 2011 അവൻ ജയിച്ചു, 2016 അവൻ ജയിച്ചു, 2021 ജയിച്ചു, അതിനൊക്കെ മുമ്പൊക്കെ അവൻ ജയിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്ത് വൃത്തികേട് ഞാൻ കാണിച്ചാലും പത്തനാപുരത്തെ ജനങ്ങൾ എന്നെ കണ്ണും പൂട്ടി വിജയിപ്പിക്കും എന്നാണ് അവൻ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ജനങ്ങൾ ആരാണെന്നും ജനങ്ങൾ എങ്ങനെയാണ് ചിന്തിക്കുകയെന്നും അവന് മനസ്സിലായിരുന്നില്ല. അവൻ്റെ അച്ഛനെ ജനങ്ങൾ മൂലക്കിരുത്തിയതാണെന്ന് നമ്മൾ ഓർക്കണം. അവൻ്റെ അച്ഛൻ ആരായിരുന്നു? അവൻ്റെ അച്ഛൻ്റെ പേര് R. ബാലകൃഷ്ണപിള്ള എന്നായിരുന്നു. R. ബാലകൃഷ്ണപിള്ള എത്ര തവണ ജയിച്ചു, എത്ര തവണ മന്ത്രിയായി? അവസാനം R. ബാലകൃഷ്ണപിള്ളയെ മൂലക്കിരുത്തിയില്ലേ? 1 അല്ല 2 തവണ ഐഷ പോറ്റി. അവൻ്റെ അച്ഛൻ അവസാനം ജയിലിലേക്ക് പോയില്ലേ? VS അച്യുതാനന്ദൻ്റെ പോരാട്ടം കൊണ്ട്. VS അച്യുതാനന്ദൻ 20 വർഷം പോരാടി അവൻ്റെ അച്ഛനെ ജയിലിലാക്കിയില്ലേ സുഹൃത്തുക്കളെ? അതാണ് ജനങ്ങൾ, കൊട്ടാരക്കരയിലെ ജനങ്ങൾ അതാണ്. പക്ഷെ അപ്പോഴും അവൻ അഹന്തയും അഹങ്കാരവുമായിരുന്നു. കാരണം സ്ത്രീകളോട് ഏറ്റവും മോശമായി പെരുമാറുന്നവൻ, കാമഭ്രാന്തൻ, ലൈംഗിക ആഭാസൻ, സ്ത്രീകളെ ഒരു ഭോഗവസ്തുവായി മാത്രം കാണുന്നവൻ. അവൻ എന്തൊക്കെ ചെയ്താലും തെരഞ്ഞെടുപ്പിൽ അവൻ ജയിക്കുകയാണ്. അതവൻ്റെ അഹങ്കാരം അങ്ങേ അറ്റമാക്കി അങ്ങ് മാറ്റി. അവൻ ഇത്തവണയും പറഞ്ഞു ഞാൻ ജയിക്കും എന്ന് പറഞ്ഞു. പക്ഷേ ഇത്തവണ അവൻ അഡീഷണൽ വേറൊരു പ്രശ്നം കൂടെ വന്നു. ഉമ്മൻചാണ്ടിയുടെ സ്മരണകൾ അവനെതിരായിരുന്നു. കാരണം ഉമ്മൻചാണ്ടി സോളാർ പരാതിക്കാരിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കൃത്രിമമായ ഒരു കത്ത് ഇവനാണ് ഉണ്ടാക്കിയത് എന്ന് പത്തനാപുരത്തിലെ ജനങ്ങൾ അവർക്ക് ബോധ്യമായി. ആ കേസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസിൽ സോളാർ പരാതിക്കാരി എഴുതിയ കത്ത് 4 പേജും കൂടെ കൂട്ടിച്ചേർത്തത് ഇവനാണ് എന്ന് ജനം വിശ്വസിക്കുന്നു. ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്തതിൽ ഇവന് വലിയ പങ്കുണ്ട് എന്നുകൂടി ജനങ്ങൾ വിശ്വസിച്ചു. അവൻ അതിനെയും അഹങ്കാരത്തിൻ്റെ ഭാഷയിലാണ് അവൻ വിമർശിച്ചത്. അവൻ പറഞ്ഞ് എനിക്കൊരു പുല്ലും സംഭവിക്കാൻ പോകുന്നില്ല, ഞാൻ ജയിക്കും, ഞാൻ ജയിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈ പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗത്ത് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. സ്റ്റാർ മണ്ഡലം എന്നൊക്കെ ചില മാധ്യമപ്രവർത്തകർ ആ മണ്ഡലത്തെ കുറിച്ചിട്ട് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല, അതിൻ്റെ അർത്ഥം എന്താണ് എന്നെനിക്ക് മനസ്സിലായില്ല. എന്തായാലും പത്തനാപുരത്തെ ജനങ്ങൾ, പത്തനാപുരത്തെ വോട്ടർമാർ, പ്രത്യേകിച്ച് പത്തനാപുരത്തെ സ്ത്രീ വോട്ടർമാർ എന്തായാലും ഇത്തവണ അവനെ ഒരു പാഠം പഠിപ്പിക്കാൻ അവർ തീരുമാനിച്ചിരിക്കുകയായിരുന്നു. 5,000 സ്ത്രീകളുമായി എനിക്കെന്ത് ബന്ധമുണ്ടായാൽ നിങ്ങൾക്ക് എന്താണെന്നൊക്കെയുള്ള ചോദ്യം പത്തനാപുരത്തെ വോട്ടർമാരുടെ ചങ്കത്താണ് വന്ന് തറച്ചത്. അവരുടെ ആത്മാഭിമാനത്തിലാണ് ആ വാചകങ്ങൾ വന്ന് തറച്ചത്. ഉമ്മൻചാണ്ടിയോട് ഇവൻ കാണിച്ച ക്രൂരത അവിടുത്തെ ജനങ്ങൾ, അവിടുത്തെ അമ്മമാർ, അവിടുത്തെ സഹോദരിമാർ അവരെല്ലാവരും മനസ്സിൽ കൊണ്ടു നടന്നു. അവർക്ക് വിങ്ങുന്നൊരോർമ്മയായിരുന്നു ഉമ്മൻചാണ്ടി. തെരഞ്ഞെടുപ്പിൽ അവർ പോയി വോട്ട് ചെയ്തു. വോട്ട് ചെയ്തിട്ട് എന്ത് സംഭവിച്ചു? റിസൾട്ട് വന്നപ്പോൾ ഈ നരാധമൻ, ഈ ലൈംഗിക ആഭാസൻ, ഈ താൻ പ്രമാണി, ഈ അഹങ്കാരി 8310 വോട്ടിന് അവൻ തോറ്റു. അവനെ ജനം തോൽപ്പിച്ചു.
അവനോട് ജനം പകവീട്ടി, അവൻ്റെ അഹങ്കാരത്തോട് പകവീട്ടി, അവൻ്റെ താൻ പ്രമാണിത്വത്തോട് പകവീട്ടി, അവൻ്റെ ഏകാധിപത്യത്തോട് പകവീട്ടി. എന്നിട്ട് പറഞ്ഞു, നീ ഒരു ലൈംഗിക ആഭാസനും കാമഭ്രാന്തനും സ്ത്രീകളെ ഭോഗവസ്തുവായി മാത്രം കാണുന്നവനാണ്. നീ വീട്ടിൽ പോയിരിക്കടാ, നീ ഇനി വീട്ടിൽ പോയിരിക്കെ എന്ന് അവനോട് പറഞ്ഞു. അവനെ മന്ത്രിയാക്കിയ ഇടതുപക്ഷത്തിനും ജനം കൊടുത്തൊരു അടിയായിരുന്നു അത്. ഇതുപോലൊരു വൃത്തികെട്ടവനെ, ഇതുപോലൊരു ലൈംഗിക ആഭാസനെ മന്ത്രിയാക്കിയ ഇടതുപക്ഷത്തിൻ്റെ മസ്തകത്തിന് കൂടി ജനങ്ങൾ കൊടുത്ത ഒരു അടിയായിരുന്നു അത്. അതുകൊണ്ട് ജനങ്ങളെ നമ്മൾ ഒരിക്കലും കുറച്ച് കാണരുത്. പത്തനാപുരത്തെ ജനങ്ങളുണ്ടല്ലോ, പത്തനാപുരത്തെ വോട്ടർമാർ, പത്തനാപുരത്തെ സ്ത്രീ വോട്ടർമാർ, അവർ ഇത്തവണ ഗണേഷ് കുമാറിനെ തോൽപ്പിച്ചതിന് അവരുടെ മുന്നിൽ ഒന്നുകൂടി കൈകൂപ്പാൻ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്.